കുട്ടികളെ ഇഞ്ചക്ഷൻ വെച്ചിട്ട്, ചെറിയ കുട്ടികളെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കിടത്തി വിഷയാചിക്കുന്ന ഒരു ലോബി അവിടെയുണ്ട് ശരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നൊരു ഒരു സംഭവമാണ് ശരിക്കും. അത് അവിടുത്തെ തെരുവിൽ അങ്ങനെയാണ്, ആരും നോക്കാൻ നേരമില്ല അവിടുത്തെ. അപ്പോൾ കുട്ടികളെ അവർ ഇഞ്ചക്ഷൻ വെച്ച് കെടുത്തും, അവർ 2-3 മണിക്കൂർ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ പോകുന്ന ജോലിക്ക് പോകുന്നവരൊക്കെ പൈസ ഇടും. ആ പൈസ ഒരുവിധമാകുമ്പോൾ ഒരു അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അത് കവർ ചെയ്ത്, അങ്ങനെ ഒരു ബിസിനസ്സാണ് അവിടുത്തെ ശരിക്കും. നമസ്കാരം, ഞാൻ ടോണി, വാഴപ്പള്ളി ഹൗസ്, തൃശ്ശൂർ അടുത്തുള്ള വടൂക്കരയാണ് എൻ്റെ വീട്. എൻ്റെ 8 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. 6 മക്കളാണ് ഞങ്ങൾ. 4 ആൺപിള്ളേരും 2 പെൺകുട്ടികളും. മൂത്ത ആൾ കന്യാസ്ത്രീയാണ്, രണ്ടാമത്തെ ആൾ ടീച്ചറാണ്, ബാക്കി 4 ആണുങ്ങളാണ്, ചേട്ടന്മാർ എല്ലാവരും കൂടിയിട്ട്. പഠിക്കുന്നത് കാലത്ത് വളരെ ബാക്കാണ്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്ക് പഠിക്കാൻ എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിൽ. ഫുൾ ടൈം കളിയാണ്. പഠിപ്പിൽ മോശമായതുകൊണ്ട് വീട്ടിൽ ചേട്ടൻ്റെ കൂടെ നിൽക്കാനായിട്ട് പോയിരുന്നു. അവിടെയും ഇതേമാതിരി തന്നെയാണ്. ഏറ്റവും ലാസ്റ്റാണ് ഭക്ഷണം കിട്ടുക. അടക്കച്ചോറും പാത്രമാണ് അന്ന് തരുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ്. എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ ശേഷമാണ് നമുക്ക്. നമ്മളന്നാണെങ്കിൽ വിശന്ന് അലഞ്ഞ്, അന്നൊക്കെ ഞാൻ മനസ്സിൽ പ്രാവുണ്ട്. പക്ഷേ അവർ അങ്ങനെയാണ് ഒരു സിസ്റ്റം പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞു വരുമ്പോൾ 2 രൂപയാണ് അന്ന് വണ്ടിക്കൂലി തരാം, നടന്ന് ബസ്സിൽ വരണം. അപ്പോൾ അവർ വിചാരം എനിക്ക് കാശ് കൂടുതൽ തന്നാൽ ഞാൻ അനാവശ്യമായിട്ട് നാശാവും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ചേട്ടന്മാർ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. പക്ഷേ നമുക്കന്ന് മാനസികമായിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അതിൽ പിന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കണം, ഒറ്റയ്ക്ക് സമ്പാദിച്ച് നമ്മൾ ആരുടെ മുമ്പിലും തലകുനിക്കരുതെന്നുള്ളൊരു മനസ്സിൽ അന്ന് തട്ടിയിരുന്നു. അപ്പോൾ അന്ന് പഠനകാലത്ത് SLC കഴിഞ്ഞു, ITA പഠിച്ചു കഴിഞ്ഞു. കാരണം പഠിപ്പ് കുറവായതുകൊണ്ട് നമുക്കിത് കത്തിക്കല്ലേ വേണ്ടു. അന്ന് ഒരു ഓർമ്മ, കണക്കൊക്കെ എനിക്ക് ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കത്തിച്ച് പിടിച്ചാൽ മതി വെൽഡിങ്ങിനൊക്കെ. അന്ന് എൻ്റെ മനസ്സിൽ അതാണ് ഏറ്റവും എളുപ്പം നമുക്കത് ചെയ്തു തീർക്കാനായിട്ട് പറ്റുന്ന, പഠിക്കാനായിട്ട്, അത് ജോലി ചെയ്യാനായിട്ട് അതാണ് എളുപ്പമായിട്ട്. അപ്പോൾ വെൽഡിങ് ITA പഠിച്ചു. അത് കഴിഞ്ഞ് ബോംബെയിലാണ്. സാറ് പറഞ്ഞു, ബോംബെയിൽ നീ പോയി കഴിഞ്ഞാലാണ് ഇതിൻ്റെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു കാര്യം. അന്ന് 20 വയസ്സിൽ ബോംബെയിലേക്ക് പോയി. അന്ന് പൂനെക്കാണ് പോയത്. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ അങ്ങനെ പുറത്തേക്ക് ഞാൻ പോകുന്നത്. പൂനെ പോയി. പൂനെ ഒരു വല്യപ്പൻ്റെ ഒരു മകനുണ്ട്, ആൾ ടാറ്റയിൽ ജോലി ചെയ്യാണ്. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് 2 ദിവസമൊക്കെ നമുക്ക് അവിടെ കുഴപ്പമുണ്ടായില്ല. പിന്നെ അവിടെ നിന്ന് താന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ അവിടെ നിന്നും കയറി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്താണ് ബോംബെ, ഞാൻ ആകെ പകച്ചു പോയി. കാരണം അത്രയും തിരക്ക്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാനായിട്ടില്ല, നമ്മൾ പപ്പടമില്ല അല്ലെങ്കിൽ മുട്ടയില്ല, അത്രയും സുഖസൗകര്യങ്ങൾ നമ്മൾ താമസിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യമല്ല. നമ്മൾ ഉടുതുണി പോലും നമ്മൾ എന്താ പറയുക, നമ്മൾ കഴുകിയിരുന്നില്ല ഇവിടെയൊക്കെ. അത് നമ്മൾ മാനസികമായിട്ട് തകർത്തു. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിരുന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു സ്ഥലങ്ങളിലേക്ക് അവിടെ എത്തിപ്പെട്ടപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായി, ശരിക്ക് സമ്മർദ്ദമായി ശരിക്ക്. എന്തായാലും അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബോംബെ എളാപ്പൻ്റെ അവിടെ നിന്ന് മാറി ഒരു എൻജിനീയറെ പരിചയപ്പെട്ടു. എൻജിനീയർ തന്നെ ഒരു കൊങ്കൺ റെയിൽവേയുടെ ഒരു കോൺട്രാക്റ്റ് ബേസിൽ നമ്മളെ അവിടെ കൊണ്ടാക്കിയത്. നമ്മളെ കൊങ്കൺ റെയിൽവേയിൽ രത്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്, ട്രാക്കിലാണ് ജോലി. ഒരു ട്രെൻഡ് കെട്ടിയിട്ട് അതിലൊക്കെ താമസിക്കണം. അന്ന് പത്തനംതിട്ടയിലുള്ളൊരു മോഹൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ചേട്ടനോ ഇപ്പോഴും എൻ്റെ സുഹൃത്ത് തന്നെയാണ്. സുഹൃത്തിനതിനപ്പുറം ചേട്ടൻ. കാരണം എല്ലാം കൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ശരിക്കും. ഞാൻ അതും കൂടിയും ഇതായിരുന്നില്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിനെ, നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ. അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനാണ്. ആളെന്നെ എല്ലാത്തിലും ഒപ്പത്തിനൊപ്പം, കാരണം ഒരു അനിയൻ്റെ മാതിരി എന്നെ കണക്കാക്കി. അങ്ങനെ അത്ര തന്നെ വിശ്വസ്തനായ ആൾ. അതിലൊരു പിന്നൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഞങ്ങളവിടെ ഒരു കൂട്ടായ്മയുണ്ട് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഓണം വന്നു, വിഷു വന്നു, അങ്ങനെ ഒരുപാട് ഓരോ ഫങ്ഷൻസ്, ഗണപതി, ദീപാവലി, അങ്ങനെ ഒരുപാട് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണം പാചകം ചെയ്ത് തെരുവിൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി നമ്മളത് ആസൂത്രണം ചെയ്യുന്നു. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം നമ്മൾ ഇങ്ങനൊരു ഫങ്ഷൻ വെച്ചാൽ തെരുവിൽ ഭക്ഷണം കൊടുക്കണം. അതൊരു കാരണമുണ്ട് എനിക്ക്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുമ്പോൾ
എനിക്ക് ഏറ്റവും വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, കുട്ടികളെ ഇഞ്ചക്ഷൻ വെച്ചിട്ട്, ചെറിയ കുട്ടികളെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് കെടുത്തി ഭിക്ഷയാചിക്കുന്ന ഒരു ലോബി അവിടെയുണ്ട് ശരിക്കും. എനിക്കത് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നൊരു സംഭവമാണ് ശരിക്കും. അത് അവിടുത്തെ തെരുവിൽ അങ്ങനെയാണ്, ആരും നോക്കാൻ നേരമില്ല അവിടുത്തെ. അപ്പോൾ കുട്ടികളെ അവർ ഇഞ്ചക്ഷൻ വെച്ച് കെടുത്തും, അവർ 2-3 മണിക്കൂർ അവിടെ കിടന്നുറങ്ങും. അപ്പോൾ റെയിൽവേ ട്രാക്കിൽ പോകുന്ന ജോലിക്ക് പോകുന്നവരൊക്കെ പൈസ ഇടും. ആ പൈസ ഒരുവിധമാകുമ്പോൾ ഒരു അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അത് കവർ ചെയ്ത്, അങ്ങനെ ഒരു ബിസിനസ്സാണ് അവിടുത്തെ ശരിക്കും. പിന്നെ ഒരുപാട് ബ്രൗൺ ഷുഗർ കഴിക്കുന്നവർ, അതൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല. അവിടെ ചോദ്യം ചെയ്താൽ നമുക്ക് രക്ഷയില്ല. അങ്ങനെ എല്ലാവിധ ആൾക്കാർ, ചെരുപ്പ് ഷൂ പോളിഷ് ചെയ്യുന്നവരുണ്ട്, മസാജ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് റെയിൽവേയിലെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു സ്ഥലമുണ്ട് ശരിക്കും. അപ്പോൾ അങ്ങനൊരു വേദന നമുക്ക് അനുഭവപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം, അങ്ങനെ തെരുവിൽ ഭക്ഷണമില്ലാത്തൊരു ഒരുപാട് അവിടെ ആരും നോക്കാനില്ല ശരിക്കും. അങ്ങനെ ഒരു മാനസികമായിട്ട് നമുക്കൊരു വിഷമം നമുക്ക് തന്നിരുന്നു ശരിക്കും. അത് കണ്ടപ്പോഴത്തേനാണ് നമ്മൾ ഇങ്ങനൊരു തുടക്കം കുറിച്ചത്. പിന്നെ ഈ നാട്ടിലും അപ്പച്ചൻ്റെ ഒരുപാട് മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നു എന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് ബോംബെയിൽ തന്നെ അങ്ങനെ 15-16 വർഷം ഞാനവിടെ ജോലി ചെയ്തിരുന്നു. ഞാനിത് എൻ്റേതായ രീതിയിൽ പറയാൻ പാടില്ലാത്തൊക്കെയാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കണം. എന്നിൽ നിന്ന് ആർക്കെങ്കിലും ഇതിലൊരു ഇത് കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ കേൾക്കണം എന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ അവിടെ ആദിവാസി ഗോത്രങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയിരുന്നു. അവിടെ ഒരു മറാഠി മാത്രമേ സംസാരിക്കുള്ളൂ. അവിടുത്തെ ആചാരപ്രകാരം അവരുടെ വീട് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പച്ച ചാണം മെഴുകി ഒട്ടിച്ച് ഇങ്ങനെ ഒഴുക്കി, അങ്ങനെയാണ് അവരുടെ വീട്. നമ്മൾ പുതിയൊരാൾ അവിടെ കയറി ചെല്ലുമ്പോൾ ചാണം മെഴുകി നമ്മളവിടെ കാലും കിണ്ടി ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമ്മളകത്ത് സ്വീകരിക്കുന്ന ഒരു ഭാഗമാണ് അവിടുത്തെ ആദിവാസി ഗോത്രങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതുമാതിരി പശുവും പാല്, അത് പ്രസവിച്ച ഉടനെയുള്ളൊരു പാലാണ്, ആ മഞ്ഞപ്പാൽ നമ്മൾ കുടിക്കണം. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിലത്തിരുന്ന് തേക്കിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു ഇലയിലാണ് അവർ കൈ കൊണ്ട് വിളമ്പി നമ്മൾ ആ കയ്യിൽ നിന്ന് തന്നെ കഴിക്കണം. ഭയങ്കര കനത്തിലൊക്കെയാണ് അവരുടെ ഭക്ഷണം. നമ്മളതൊന്നും പകയ്ക്കാതെ നമ്മൾ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സന്തോഷം. നമുക്ക് അങ്ങനെയുള്ളൊരു അനുഭവം കൂടി നമുക്ക് കിട്ടി. നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗോത്രങ്ങളുടെ ഒരു ആദിവാസി, കാരണം അവർ ഭാഷ അറിയാത്തവരെ നമ്മൾ അങ്ങോട്ട് കടത്തില്ല. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത് വഴി നമ്മളങ്ങോട്ട് ഒരു മല മുകളിൽ കയറിയിട്ടാണ് നമ്മളത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ ബോംബെയിലുണ്ടായ സംഭവങ്ങൾ, നമുക്ക് വെള്ളപ്പൊക്കം നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര വിഷമത്തിലുണ്ടായി. അവിടെ ഞാനുള്ളപ്പോഴാണ് വെള്ളം പൊങ്ങി ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. കാരണം അപ്പോഴും മോഹൻ ചേട്ടൻ നമ്മളൊരു കോട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെള്ളം, എന്താ പറയുക, ഞാൻ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഭയാനക ഒരു, കാരണം സിലിണ്ടർ ഇത് പോകുന്നു, പശുക്കളിങ്ങനെ ഒഴുകി പോകുന്നു, അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിഷമത്തിലേക്ക് ഇടയായി. അത് കഴിഞ്ഞ് 2 ദിവസം കണ്ടിന്യൂ മഴയായിരുന്നു. ആ മഴ കഴിഞ്ഞ ശേഷം എല്ലാം നശിച്ചു. കാരണം വെച്ചാൽ പലചരക്ക്, അങ്ങനെ ഒരുപാട് പശുക്കൾ, പോത്തുകൾ, ആളുകൾ മരിച്ചു. ഈ ശ്മശാനത്തിലൊക്കെ അവിടെ വെക്കാൻ സ്ഥലമില്ല വെക്കാനായിട്ട്. നമ്മുടെ അടുത്തൊരാൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കുന്നു. കാരണം ആ സമയം നമുക്ക് പറഞ്ഞാൽ അവിടെ സ്ഥലങ്ങളില്ല, കത്തിക്കാനുള്ള സ്ഥലമില്ല. തിരിച്ചു കൊണ്ടുവന്നു ബോഡി. പിന്നെ അന്നൊരു പനി, അത് കഴിഞ്ഞപ്പോൾ ഒരു പനി, മാറാരോഗം പിടിപെട്ടു. അന്നും നമ്മൾ ഭയാനമായ ഒരു അവസ്ഥയായിരുന്നു ശരിക്കും. നമ്മൾ പേടിച്ചു പോയൊരു സംഭവമാണ്. അതേമാതിരി തന്നെ ബോംബ് സ്ഫോടനം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതും ഒരു ഭീതി പരത്തുന്ന ഒരു സമയമായിരുന്നു നമുക്കൊരു ബോംബെ ജീവിതത്തിൽ ഭയങ്കരമായിട്ടൊരു അനുഭവം സംഭവിച്ച ഒരു കാര്യങ്ങളായിരുന്നു ശരിക്കും. അത് കഴിഞ്ഞ് 16 വർഷം അവിടെ നിന്നു. നമ്മുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. കമ്പനി പൂട്ടി. പിന്നെ നാട്ടിൽ ഭാഗം വെപ്പ് കഴിഞ്ഞു. നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അമ്മ തറവാട് നമുക്ക് തന്നു. അമ്മേനെ നോക്കാനായിട്ട് ഞാൻ തിരിച്ചു വന്നു. കല്യാണം ഞാൻ കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിരുന്നത്. പക്ഷേ എല്ലാവരും നിർബന്ധിച്ച് കല്യാണം ഞാൻ നടന്നു. പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ശൈലിയായിരുന്നു. കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ബോംബെയിൽ നിന്നുള്ളവർക്ക് പെൺകുട്ടികളുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് ഉണ്ട്, അവർ കാണണം, നീ പോയി കാണണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കണ്ടു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം ഉറപ്പിച്ചു. അവിടെ വെച്ചിട്ട് അവർക്ക് കുഴപ്പമില്ല, രണ്ടുപേർക്കും. അപ്പോഴാണ് ഞാൻ അറിയുന്ന ജോൺസൺ മാഷുടെ പെങ്ങളുടെ മോളാണ് ഞാൻ കണ്ടിരിക്കണേ എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ അപ്പോഴും അറിഞ്ഞിരുന്നില്ല ജോൺസൺ മാഷുടെ പെങ്ങളുടെ മോളാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല.